മീൻ കിട്ടിയെന്ന്? നല്ല നെയ്ച്ചാള. നെയ്ച്ചാളയാണോ? പിന്നില്ലയോ? അയ്യോ, നെയ്ച്ചാളയാണെ എണ്ണ ഒഴിക്കരുത്. എണ്ണ ഒഴിച്ചാ പോയി. ഈ നെയ്ച്ചാള നല്ലോണം വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നേരെ ഒരു ശകലം മഞ്ഞൾ, ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് നേരെ നല്ല പച്ചക്കുരുമുളക് അരച്ചങ്ങ് തേക്കണം. എന്നിട്ട് ആ പാനിനകത്തോട്ട് ഇങ്ങനെ ഈ നെയ്യങ്ങ് ഇറങ്ങി അതിനകത്ത് കിടന്ന് വേവും. അപ്പൊ നമ്മൾ ഈ തൊണ്ടവേനയ്ക്ക് തൊണ്ട വെള്ളം കൊള്ളുന്ന പോലെ ഇങ്ങനെ ആ ശബ്ദം ഇതിനകത്ത് കേൾക്കും. അങ്ങനെ തിളച്ചെടുത്താണ്ടല്ലോ ഇങ്ങനെ വാരി വെച്ചിട്ട് കൂരി ആ മുള്ളം കളഞ്ഞാൽ മതി. അതുപോലെ രസമാണ് നെയ്ച്ചാള. പറഞ്ഞപ്പോ അങ്ങ് തീർന്നോ? പച്ചക്കുരുമുളക് ഞാൻ എവിടെ പോകും? എടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മേടിച്ച് വെക്കണ്ടായോ? ഇപ്പൊ ഞാനത് എനിക്ക് പറ്റുമോ? അത് എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങോട്ട് മേടിക്കണമായിരുന്നു. നിന്റെ സ്ഥിരം പണിയായിട്ട് ഞാൻ കടയിൽ പോകുമ്പോ ഓരോന്ന് പറയും. എല്ലാം കൂടെ നിനക്ക് ലിസ്റ്റ് എന്താ? ഞാൻ പിള്ളേരെ കാര്യം നോക്കണം, അത് നോക്കണം. ചെയ്യണോ? വലിയൊരു ഉദ്യോഗസ്ഥനല്ലേ, എല്ലാം പറഞ്ഞങ്ങ് തരണം. ഇത് എവിടുത്തെ നിയമം ഇത്? എന്തോന്ന് നിനക്ക് രാവിലെ ഉള്ളതാന്ന്? ഞാൻ ജോലിക്ക് ഇറങ്ങുമ്പോൾ നിനക്ക് ഒരു ബഹളം ഉള്ളതാണ് നിനക്ക്. നീ ഒരു കാര്യം ഞാൻ ആ ഷീലയുടെ വീട്ടിൽ പോയാൽ ആ പച്ചക്കുരുമുളകാൻ എടുത്തോണ്ട് വരാം. അങ്ങോട്ട് പോകേ. നിന്റെ ഭർത്താവാ ഞാൻ. ഈ പറഞ്ഞപ്പോ നീ ഒരു ആക്ഷൻ ഇട്ടു, ഞാനൊരു റിയാക്ഷൻ ഇട്ടു. അതിനിപ്പോ അതൊക്കെ ഞാൻ പിടിക്കുന്നുണ്ടോ? എന്റെ വീട്ടിൽ കൊണ്ടൊരു പെണ്ണുമുള്ള അല്ല ഇവിടെ വരിക ഞാൻ കോമാളി കളിക്കുവാന്ന് ഞാൻ. പിന്നെ അതെ നിങ്ങളും വിചാരിക്കും ഞാൻ കോമാളി കളിക്കുന്നു. പക്ഷെ ഇത് പോലീസിന്റെ ഒരു നയമാണ്, ഒരു ട്രിക്ക്. നമ്മൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നവരാ. അല്ല എനിക്ക് കോമാളി കളിക്കേണ്ട ആവശ്യമില്ല. അല്ല ഒരുത്തരും മുമ്പിൽ നമ്മൾ ഒരു കോമാളിത്തരത്തിന്റെ ആവശ്യം ഞാൻ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല.